ഇസ്രായേൽ നടത്തിയത് മാരകമായ ആക്രമണമാണ്. ഇത് തെളിയിക്കുന്ന ആദ്യ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടം. മിസൈൽ ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള സൈനിക ലക്ഷ്യങ്ങൾ തകർക്കുന്നതിന്റെ വീഡിയോ ആണിപ്പോൾ ഇസ്രായേലി വ്യോമസേന എക്സിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുന്നതും. ഇറാനിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള നൂറുകണക്കിന് ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ചതായി തന്നെ ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുകയാണ്. ഇത്തരത്തിലുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഇസ്രായേൽ വ്യോമസേന പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാനിൽ വ്യോമസേന നടത്തുന്ന ആക്രമണങ്ങൾക്ക് സമാന്തരമായി തന്നെ ഇസ്രയേലിലെ പ്രദേശങ്ങൾക്ക് ഇറാനിൽ നിന്നുള്ള ഭീഷണികൾ അവിടെ തടയുന്നതിനായി തന്നെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുന്നതായും ഇവിടെ വ്യോമസേന അറിയിച്ചിരിക്കുകയാണ്. മാസങ്ങളോളം ഭീഷണി മുഴക്കിയതിനു ശേഷം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെ തന്നെ നിരവധി പ്രദേശങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവർ അവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും അവിടുത്തെ സ്ഥലങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കുകയും. ഇറാന്റെ പരമോന്നത നേതാവാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ഇടങ്ങൾ അല്ലെങ്കിൽ സമീപത്തുള്ള ചില സ്ഥലങ്ങൾ ആദ്യം ആക്രമണങ്ങൾ നടത്തിയതായി തന്നെ വ്യക്തമാക്കുന്നത്. അതായത് ഇറാന്റെ പരമോന്നത നേതാവ് എവിടെയാണോ ആ ഇടങ്ങളിലേക്കാണ് ആദ്യമായി തന്നെ അവിടെ ആക്രമണം അഴിച്ചുവിട്ടതും. ഖൊമേനിയെ ഇതിനോടകം തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനിലെ തെക്കൻ പ്രവിശ്യയിൽ വലിയ രീതിയിൽ അവിടെ ഒരു സ്കൂളിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അമേരിക്ക അഴിച്ചുവിട്ടിരിക്കുന്നതും. അതേപോലെ തന്നെ അവിടെ പെൺകുട്ടികളടക്കം കുറേ അധികം വിദ്യാർത്ഥികൾ ഏകദേശം 40ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ ഇറാൻ തന്നെ ഔദ്യോഗിക റിപ്പോർട്ടുകളായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിൽ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഒരു താവളം സ്ഥിതി ചെയ്യുന്നതായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി തന്നെ ഇറാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിക്കുകയും ചെയ്തു. സംഘർഷത്തിൽ ഇടപെടാൻ ഇറാൻ ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെടുകയും ഇറാനിലെ ഭീകര ഭരണകൂടം അവസാനിപ്പിക്കാൻ ഇസ്രായേലും അമേരിക്കയും ഇവിടെ വലിയൊരു രീതിയിലുള്ള ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തതായി തന്നെ ഇവിടെ വീഡിയോ സന്ദേശത്തിൽ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ സുഹൃത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചരിത്രപരമായ ആ ഒരു നേതൃത്വത്തിന് ഞാൻ നന്ദി പറയുന്നു. 47 വർഷമായി തന്നെ അയത്തുള്ള അലി ഖൊമേനി ഭരണകൂടം ഇസ്രായേൽ തുലയട്ടെ, അമേരിക്ക തുലയട്ടെ എന്ന മുദ്രാവാക്യം വിളിക്കുന്നു. അവർ നമ്മുടെ രക്തം ചീന്തി നിരവധി അമേരിക്കക്കാരെ കൊന്നൊടുക്കി, സ്വന്തം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തു. ഈ കൊലപാതക ഭീകര ഭരണകൂടത്തെ ആണവായുധം സ്വന്തമാക്കാൻ ഒരിക്കൽ പോലും അനുവദിക്കരുത്. കാരണം ഇത് മുഴുവൻ മനുഷ്യരാശിയെയും പോലും ഭീഷണിപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നത് എന്നതാണ് ഇവിടെ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.